ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് കൺക്ലൂഡ് ചെയ്യാണ്. ഇപ്പം ചേട്ടനൊരു തവണ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, മലയാള സിനിമയിലേക്ക് പുതിയ ആൾക്കാർ കടന്നു വരുമ്പോൾ അവരോട് കാണിക്കുന്ന ഒരു ഇഗ്നോറൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇപ്പം ജൂനിയർ ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പം പുതിയതായിട്ട് കടന്നു വരുന്ന ഞാൻ നിനക്കൊരു ചാൻസ് തന്നല്ലോ എന്നുള്ള പേരിൽ വരുന്ന ആൾക്കാരോട് കാണിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പം കാലഘട്ടം മാറി, സിനിമ മാറി, ചിന്താഗതികൾ മാറി, പക്ഷേ ഇപ്പോഴും ഈ ഒരു ഇങ്ങനെ എൻ്റെ കെയർ ഓഫിൽ വന്നു അങ്ങനെയുള്ളൊരു രീതിയിലേക്ക് വരുന്ന ആൾക്കാരോട് ഇങ്ങനെ ഒരു അവഗണന കാണിക്കുമ്പോൾ അത് എത്രത്തോളം എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? എങ്ങനെയാണ്? അല്ല, പറയാൻ തുടങ്ങിയ ഒരുപാടുണ്ട് പറയാൻ. അതാണ് ഷോർട്ട് ആൻഡ് സിമ്പിൾ ആയിട്ട്. മലയാള സിനിമയുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറ്റം പറയണമല്ല, പക്ഷെ ഇതിങ്ങനെയാണ് പറ്റൂ. അപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം, മലയാള സിനിമയിൽ ക്വാളിറ്റി ഓഫ് വർക്ക് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. അതായത് നമ്മൾ ചെയ്യുന്ന എഫേർട്ട്, ഇപ്പോൾ പറയട്ടെ, നമ്മുടെ ഈ ഇൻ്റർവ്യൂ തന്നെ, നമ്മൾ ഈ ഇൻ്റർവ്യൂ അല്ല, ഞാൻ പറഞ്ഞ പൊതുവെ ഈ ഇൻ്റർവ്യൂ അല്ല, നമ്മൾ പ്രൊമോഷൻ വർക്കാണ്. നമ്മൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുക. അത് ഡേയോ നൈറ്റോ ഒന്നുമില്ല, നമുക്ക് ഒരു 9 to 5 ജോബ് അല്ല ഇത്. അതങ്ങനെയാണ്. ഇതിൻ്റെ മുഴുവൻ സിനിമയുടെ എല്ലാ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ രാവിലെ ഞങ്ങൾ കടകൻ ഷൂട്ട് ചെയ്ത് രാവിലെ 7 മണി തൊട്ട് രാത്രി 9 മണി 10 മണി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷത്തോടു കൂടി തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു രീതിയിലാണ് മലയാള സിനിമ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. പക്ഷേ ഞാൻ തമിഴ് സിനിമ എഴുതുക, 2 തമിഴ് സിനിമ എഴുതുക. പക്ഷേ അവിടുത്തെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. സൺഡേ ഷൂട്ട് ഡബിൾ ബാറ്റ് കൊടുക്കണം, എക്സ്ട്രാ ബാറ്റ് കൊടുത്തപ്പോൾ ഡബിൾ ബാറ്റ് കൊടുക്കുകയും വേണം. മാത്രമല്ല സൺഡേസിൽ ഷൂട്ട് പറ്റില്ല. രാവിലെ 6 തൊട്ട് വൈകുന്നേരം 6 മണി വരെ ഒരു കോൾ ഷീറ്റാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്ത ബാറ്റ് മാറും. ലൈക്ക് അതായത് അതൊരു ജോലിയായിട്ടാണ് അവിടെ കാണുന്നത്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അവസരം എന്ന് പറയുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഞാൻ നിനക്കൊരു ചാൻസ് തരുമല്ലേ, അപ്പോൾ ആ ചാൻസ് അതിന് ആ രീതിയിലല്ലേ എനിക്ക് നോക്കിക്കാണണ്ടേ, ആ ഒരു രീതിയിലാണ് പരിപാടി വന്നത്. ഇവിടെ എന്താ കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഇൻഡസ്ട്രി വളരെ ചെറുതാണ്. ഈ ചെറിയ ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമ്മൾ മാക്സിമം ഔട്ട്പുട്ട് ചെറിയ ബഡ്ജറ്റിൽ തീർക്കാൻ നോക്കും. അതാണ് പ്രശ്നം. തമിഴിലൊന്നും ആ ഒരു വിഷയമില്ല. തമിഴിൽ അത്രയും വലിയ ഓഡിയൻസ് ഉണ്ട്. നമ്മളും തമിഴ് സിനിമകളുടെ ഓഡിയൻസാണ്. അപ്പോൾ അവർക്ക് 20 കോടി 30 കോടി പടങ്ങളൊക്കെ ഈസിലി പുൾ ഓഫ് ചെയ്യാൻ പറ്റും. നമ്മളൊരു 3 CR പടം 4 CR പടം തീർത്തിട്ടുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ തിരിച്ചെടുക്കാൻ വളരെ കഷ്ടപ്പെടണം. അതോ ഓഡിയൻസ് ഇപ്പോൾ ഒരു 100 കോടി പടം ഇവിടെ ഓടിയിട്ടുണ്ടെങ്കിൽ എത്ര ലക്ഷം ആൾക്കാർ കയറും? 20-25 ലക്ഷം ആൾക്കാർ കയറിയാലാണ് 100 കോടി ഉണ്ടാവുക. അത്രയും കയറുന്നില്ല ജനങ്ങൾ. മാക്സിമം ഒരു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് 3-4 ലക്ഷമൊക്കെ വരുള്ളൂ ഒരു നല്ല പടത്തിന്. 4 ലക്ഷം പേര് അത്ര വളരെ ചെറുതാണ്. 3 കോടി ജനങ്ങളുണ്ട് നമ്മൾ. അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ, നമ്മുടെ സിനിമയുടെ അവസ്ഥയാണ്. ഞാനൊരു സിനിമേനെ കുറ്റം പറയണമല്ല, നമ്മുടെ സിനിമയുടെ അവസ്ഥ അതാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കുക. എന്നാലും ആ അവസ്ഥയൊക്കെ ഒന്ന് മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം, അല്ലെ? നല്ല കാലം വരട്ടെ എന്ന് വിചാരിക്കാം, ആശ്വസിക്കാം. എല്ലാവരും തിയേറ്ററിൽ കയറണം, എന്നാലും.